ഷിരൂരിലേക്കാണ്. മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിൽ നിർണായക കണ്ടെത്തൽ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയിൽ നടത്തിയ പരിശോധനയിൽ ലോറിയുടെ വീൽ ജാക്ക് കണ്ടെത്തി. 40 അടി താഴ്ചയിൽ നടത്തിയ പരിശോധനയിലാണ് ജാക്ക് കണ്ടെത്തിയത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെയാണ് മാൽപേ ഗംഗാവലി പുഴയിൽ തിരച്ചിലിന് ഇറങ്ങിയത്. ഇന്നിപ്പോൾ തുടങ്ങി ഇപ്പോൾ രാത്രി അയച്ചല്ലേ, ഇന്ന് നാളെ കാലിന് ഒന്ന് 3 നാളും ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ സ്റ്റോപ്പ് നാളെ കാലിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ, പിന്നെ 3 നാൾ ഇവിടെ തന്നെ ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ 3 നാൾ മിനിറ്റുണ്ട്. ലോകേഷ്, ജഗന്നാഥ്, പിന്നെ അർജുൻ അവരുടെ ബോഡി എന്തെങ്കിലും വണ്ടി ഉള്ളുണ്ട് നോക്കിയിട്ട് ഇവിടുന്ന് പോകും. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നിപ്പോൾ ഈശ്വർ മാൽപേ അദ്ദേഹം സ്വന്തം റിസ്കിൽ അവിടെ ഇറങ്ങുന്നു. പിന്തുണ കാർവാർ MLA-യുടേത് മാത്രമാണ്. പക്ഷേ അതിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അർജുൻ്റെ ലോറിയുടേത് തന്നെയാണ് ആ ജാക്ക് എന്നുള്ളത് സ്ഥിരീകരിച്ചോ? അനുജ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിലവിൽ ഞാനിപ്പോൾ ഉള്ളത്, അതായത് ഈ മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള ജഗന്നാഥിൻ്റെ കുടുംബമാണ് നിലവിൽ ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് അവരിപ്പോൾ ഈ ഗംഗാവലി പുഴയോരത്ത് ഇവിടെ എത്തിച്ചേർന്നുള്ളൂ. അവരുടെ 3 മക്കളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരുടെ മുഴുവൻ ഫാമിലിയും നിലവിൽ ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് ഈശ്വർ മാൽപേ തെരച്ചിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിയവരാണ്. അത് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. യു ആർ ഓൾസോ വെയിറ്റിംഗ് മെനി ഡേയ്സ് ഫോർ. Yes, we are waiting for my father dead body. Anything, any identity of my father. We are not getting anything. Simply coming and going, only that much. 29 days over. Tomorrow 1 month will come. No strong search for that. No strong search. He's also working that tea stall. He's working as supplier and cook in that tea stall. On that day he came at 7 o'clock only. And 8:50 we got the news. Then we came here. Nothing is there. Only landslide. Nothing is there. 3 daughters, sir. 3 daughters. And full family. And my mother. You come there, hear the news about Ishwar Malpe? Yes, sir. Today we came. They told tomorrow morning 8 o'clock we'll start the work. The family also coming tomorrow also? Yes, sir. Tomorrow will come. അനുജ, നമ്മൾ സംസാരിച്ചത് ഈ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള, അതായത് അർജുനൊപ്പം തന്നെ കാണാതായിട്ടുള്ള ജഗന്നാഥിൻ്റെ കുടുംബമാണ്. അവരുടെ മകളാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അവരും കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമോ എന്ന ഒരു പ്രതീക്ഷയോടെ അവരും കാത്തിരിക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. കുറച്ചുകൂടി തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് അവരും ആവശ്യപ്പെട്ടിരുന്നു. കാരണം നിലവിൽ ഈശ്വർ മാൽപയുടെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ് അവർ ഈ ഗംഗാവലി പുഴയോരത്ത് വീണ്ടും എത്തിയത്. അവർ നാളെ തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ, അത് ഈശ്വർ മാൽപേ തന്നെ പറഞ്ഞു, അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിലാണ്, ആ പ്രതീക്ഷയിലാണ് അവർ ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർ നാളെയും ഇവിടെ ഇന്നിപ്പോ കിട്ടിയിരിക്കുന്നത് അത് അർജുന്റെ ലോറിയുടെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുമോ? നേരത്തെയൊക്കെ അത് മനാഫും സഹോദരനും ഒക്കെ അതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമോ? മറ്റൊന്ന്, നാളത്തെ തെരച്ചിൽ എങ്ങനെയാകും? അനുജ, നിലവിൽ ഇപ്പോൾ അത് മനാഫിൻ്റെ ലോറിയുടെ ഭാഗമാണ് എന്ന് വീൽ ജാക്കാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 3 ലോറിയുടെ 3 ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 2 എണ്ണം ഈ ടാങ്കർ ലോറികളുടേതാണ് എന്ന് മനാഫ് തന്നെ പറയുന്നുണ്ട്. അത് അവരുടെ ലോറിയുടേതല്ല. അതിലൊന്ന് ഒരു ഡോറിൻ്റെ ഒരു പാർട്ടാണ്, മറ്റൊന്ന് ഒരു ലോറിയുടെ തന്നെ ഒരു വശത്തുള്ള ഒരു ഇരുമ്പ് കമ്പിയുടെ ഒരു ഭാഗമാണ്. അത് രണ്ടും മനാഫിൻ്റെ ലോറിയുടേതല്ല എന്ന് അവർ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. പക്ഷേ വീൽ ജാക്ക് മനാഫിൻ്റെ ലോറിയുടേതാണ് എന്ന്, അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് മനാഫും സ്ഥിരീകരിക്കുന്നുണ്ട്. മനാഫിനേക്കാൾ ആ ലോറിയെ കുറിച്ച് അറിയുന്നത് മനാഫിൻ്റെ അനുജനാണ്. ആ അനുജനും അത് സംബന്ധിക്കുന്ന വിവരം തന്നെയാണ് നിലവിൽ പങ്കുവച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിരവധി ആൾക്കാർ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ്. നാളെ തെരച്ചിൽ 8:30 ആരംഭിക്കുക. രാവിലെ 8:30 കുറച്ചുകൂടി വിപുലമായിട്ടുള്ള തെരച്ചിൽ ഉണ്ടാകും എന്നതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് ഈശ്വർ മാൽപേയും അതോടൊപ്പം തന്നെ അവരുടെ 3 സംഘാംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ഡൈവർമാർ അവർക്കുണ്ട്. വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഡൈവർമാർ ഈശ്വർ മാൽപേക്കൊപ്പം തന്നെ അവർക്കുണ്ട്. നിലവിൽ ഇപ്പോൾ അവർ 3 പേർ മാത്രമേ വന്നിട്ടുള്ളൂ. 2 ഈ മത്സ്യത്തൊഴിലാളികളുടെ 2
ബോട്ടുകളാണ്, മോട്ടോർ ബോട്ടുകളാണ് അവർക്ക് സഹായമായി എത്തിയിട്ടുള്ളത്. പക്ഷേ നാളെ കൂടുതൽ നേവിയുടെയും SDRFിൻ്റെ ഒക്കെ സംഘം ഉണ്ടാകുമെന്നാണ് മഞ്ചേശ്വരം MLA ജില്ലാ കളക്ടറുമായി സംസാരിച്ച ഘട്ടത്തിൽ അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നാളെ കൂടുതൽ വിപുലമായിട്ടുള്ള തെരച്ചിൽ നടക്കും. ഇന്നിപ്പോൾ ഒരു സ്പോട്ടിൽ മാത്രമാണ് ഈശ്വർ മാൽപ്പെ ഒരു 3 ഡൈവാണ് നടത്തിയത്. അദ്ദേഹം ആ 3 ഡൈവ് നടത്തി തിരിച്ചു കയറുമ്പോൾ 3 പാർട്സുകൾ, അതായത് ലോറിയുടെ പാർട്സുകൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. നാളെ കൂടുതൽ സജ്ജീകരണങ്ങളോടെ തെരച്ചിൽ നടത്തുമ്പോൾ അതിൽ കൂടുതൽ, അതായത് മറ്റ് 3 സ്പോട്ടുകളിൽ കൂടി തെരച്ചിൽ വ്യാപിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ആ പ്രതീക്ഷ ഇതിനകം തന്നെ പങ്കുവെക്കുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം ഈ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിലവിൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വളരെ കുറവാണ്. അദ്ദേഹത്തിന് റോപ്പ് അതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് ഈശ്വർ മാൽപ്പെ. ഇന്നിപ്പോൾ 3 ഭാഗങ്ങൾ ലോറിയുടേത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 ടാങ്കർ ലോറിയുടേത്, മറ്റൊന്ന് അർജുൻ്റേത് തന്നെയാണ് എന്നുള്ളതാണ്.